ആരാ മോളെ? ദിലീട്ടനാ. നീ എടുക്ക്. ദിലീട്ട, ചടങ്ങെല്ലാം കഴിഞ്ഞു. അറിഞ്ഞായിരുന്നു എനിക്ക് അങ്ങോട്ട് വരാനും ദിലീട്ടനെ കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് വരാതിരുന്നത്. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ നാളെ എന്തുണ്ടായാലും ശരി, ഈ വിവാഹം നടക്കണം. എന്തൊക്കെയാ ദിലീപേട്ടനെ പറയുന്നത്? ഇനിയും ഞാൻ കാരണം ആ കുടുംബത്തിന് നഷ്ടം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാർത്തികയുടെ അമ്മ അടുത്തുണ്ടോ? ഉണ്ട്. ഫോണൊന്ന് കൊടുക്ക. സംസാരിക്കണമെന്ന്. മോനെ, ഞാനെന്റെ തീരുമാനം കാർത്തികയോട് പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ എല്ലാം ശ്രദ്ധ തെറ്റിയ സമയത്ത് അവന്റെ അച്ഛനെ കൊണ്ടുപോയി. എന്ന് വെച്ച് അവന്റെ ആഗ്രഹം നടക്കില്ലമ്മേ. ഈ വിവാഹം നടക്കണം, നടന്നേ തീരൂ. അമ്മ കാർത്തികയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ശരി മോനെ. ദിലീപ് വാശിയില്ല. ആ വാശിക്ക് നമ്മളെ കീഴടങ്ങണോ? ദിലീപിന്റെ അതേ സ്റ്റാൻഡിൽ തന്നെയാ കിരണോ അവന്റെ അച്ഛനൊക്കെ നിൽക്കുന്നത്. രൂപയും അങ്ങനെ തന്നെയാ. ഗംഗയെ അങ്ങനെ ജയിക്കാൻ വിടരുതെന്നാ അവരെല്ലാം പറയുന്നേ. അങ്ങനെ ചിന്തിച്ചിട്ടിപ്പം തോറ്റില്ലേ അമ്മ? സ്വന്തം അച്ഛനെയാ ദിലീപിനെ നഷ്ടപ്പെട്ടത്. ഞാനും ഒന്നിനും മോളെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ദിലീപിന്റെ സംസാരം കേട്ടിട്ട് ഈ ബന്ധത്തിൽ നിന്ന് ദിലീപ് പിന്മാറുമെന്ന് തോന്നില്ല. മോളുടെ വിവാഹം വേണ്ടെന്ന് ഉറച്ച തീരുമാനം എടുത്താ അത് ആ പയ്യന് ഇരട്ടി വേദനയായിരിക്കും. പിന്നല്ല, മോളുടെ ഇഷ്ടം പോലെ. സാറേ, എത്ര കുടുംബങ്ങളാ സാറേ അവൻ കാരണം തകരുന്നത്. കാട്ടിനകത്ത് വന്നിട്ട് അവിടെയും സാധുക്കളായ എന്റെ മാമനെ മാമയെ വരെ അവൻ പറ്റിച്ചു. അവനൂരെ എന്റെ മാമനെ കൊന്നു. ഇനി അവനെ നമുക്ക് തേടി പിടിക്കണം. അങ്ങനെയാണെങ്കിൽ സാർ ഇനി പുറത്തു പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോകണം. അന്ന് സാറ് പുറത്തു പോയപ്പോ കൂടെ ഉണ്ടായിരുന്ന ബൈജു സാറാ. ആ സമയത്ത് ഞാനായിരുന്നെങ്കിൽ അവനെ കടലിൽ മുക്കി കൊന്നേനെ. ഈ വീട് ശരിക്കും ഒരു മരണവീടായി പോയല്ലേ? അതെ, ആ വിഷമത്തില ഞാനും അവനും ഒക്കെ. അവള് ചോദിക്കുന്നത് നമ്മൾ വന്നുകൊണ്ടാണ് വേലുകെട്ട ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ ഈ സംഭവമായിട്ട് എന്ത് ബന്ധമുള്ളത്? എന്നാലും സന്തോഷത്തോടെ എല്ലാവരും കളിച്ചിരിച്ചൊക്കെ നിന്നതല്ലേ സാറേ. അതിനിടയ്ക്കല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ആ വിഷമം അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല സാറേ. അത്തരം ചിന്തകളൊന്നും വേണ്ട. ഗംഗയുടെ കയ്യിൽ നിന്ന് അമലു രക്ഷപ്പെട്ടല്ലോ. കുറച്ചു ദിവസം കൂടി അവനവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അമലുവിനെ അവൻ വകവരുത്തിയാനെ. അത് ശരിയാ. ഇനിയിപ്പോ എപ്പോഴാ സാറേ കല്യാണം നടത്തുന്നത്? കല്യാണത്തിന് ദിലീപിന്റെ അമ്മയെതിരാ. പിന്നെ ദിലീപ് അയാളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിവാഹം അധികം വൈകാതെ തന്നെ നടക്കും. അത് വേണം സാറേ. നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല. കാർത്തിക ചേച്ചിയുടെ അച്ഛനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് പോയതാ. എന്നിട്ട് ഒറ്റയ്ക്കാണല്ലോ വരുന്നത്. എന്താ കല്യാണിയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സാറേ. കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞേ ഉള്ളൂ. വെട്ടിയിട്ട് വാഴത്തട പോലെ ഒരു വീഴ്ചയായിരുന്നു. ഉടൻ തന്നെ ഞാനും ബാലമാമനും ബൈജും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? കൊണ്ടുചെന്നപ്പോ തന്നെ ഐസിയുലാക്കി. പുറത്ത് ബാലമാമനും ബൈജും ഉണ്ട്. 3-4 തവണ അച്ഛൻ അറ്റാക്ക് വന്നതാ. കാര്യങ്ങൾ സീരിയസ് ആണ് രതീഷ്. അത് ഒരു മരണത്തിന്റെ ആഘാതം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടാ വരുന്നത്. ഡോക്ടർ പറഞ്ഞത് പെട്ടെന്നുള്ള ഷോക്കിൽ സംഭവിച്ചതാണെന്നാ. അപകട നിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിവരം കല്യാണിയും കാർത്തികയും കാദംബരി ഒന്നും അറിയണ്ട. അല്ല, അച്ഛനോട് പോയി ചോദിച്ചാൽ എന്ത് പറയും? അത് പിന്നെ കാർത്തിയുടെ കല്യാണം മുടങ്ങി അറിഞ്ഞ് അമ്പലനടയിലും മറ്റോ പോയതാണെന്ന് പറയാം. കാർത്തിക ഫേസ് ചെയ്യാൻ വിഷമമായതുകൊണ്ട് വരാതിരുന്നെന്ന് പറയാം. ഒരുത്തൻ കാരണം എന്തെല്ലാം ദുരിതങ്ങളാ സാറേ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന്. അതിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയേ പറ്റൂ. അതെ, സാർ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്തിനും ഞങ്ങൾ റെഡിയാ. ദിലീപ് കല്യാണത്തിന് ഇതുവരെ പിന്മാറിയിട്ടില്ല. അത് നീ അച്ഛനോട് പറഞ്ഞു? അത് പറയാനുള്ള സാവകാശം ഒന്നും കിട്ടിയില്ല സാറേ. കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ആള് താഴെ പോയി. പിന്നെ ഡോക്ടറോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പോ ഡോക്ടർ ചിലപ്പോ സംഭവങ്ങളൊക്കെ പറഞ്ഞു കാണും. ദിലീപ് വിവാഹത്തിന് പിന്മാറിയില്ലെങ്കിലും ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വിവാഹം നടക്കില്ല. അത് മാത്രമല്ല, ഈ കല്യാണത്തെ അയാളുടെ അമ്മ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുക. ഈ കല്യാണം എങ്ങനെ നടത്തണം സാറേ? ശ്രമിക്കാം. ഇനിയിപ്പോ കല്യാണിയുടെയും അവരുടെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോ അച്ഛനോടും ചോദിക്കും. ഞാൻ അവരോട് പറയുന്നത് തന്നെ നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി. കേട്ടോ? ശരി. അവൻ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്നുണ്ട് സാറേ. കാടിനകത്തുള്ള വരയെ പുലിയോട് പോലും ഇത്രയും ദേഷ്യം തോന്നിയിട്ടില്ല. വിശപ്പടങ്ങി അതുങ്ങള് ഒന്നും ചെയ്യില്ല സാറേ. പക്ഷെ ഇവൻ അങ്ങനെയല്ലല്ലോ. വെറുതെ ആളുകളെ കൊന്നു തള്ളുമല്ലേ. കിരണേട്ടാ, അച്ഛൻ അറിഞ്ഞോ കാര്യങ്ങള്? രതീഷേട്ടൻ വന്നോ? വന്നു. എന്നിട്ട് അച്ഛൻ എത്തിയില്ലേ? ഇല്ല. എന്തിട്ട് കിരണേട്ടാ? അത് പിന്നെ ഇതത്ര നല്ല വാർത്തയൊന്നും അല്ലല്ലോ. എന്തുമാത്രം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നടന്ന ആളാ. ഇത് അറിഞ്ഞപ്പോ തന്നെ മനസ്സമാധാനം തറന്നെന്ന് പറഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക് പോവായിരുന്നു. കാർത്തികയെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി അമ്പലത്തിന്റെ ആൽത്തറ തന്നെ ഇരിക്കുമെന്നാ പറഞ്ഞത്. ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളാ. എങ്ങനെയെങ്കിലും അച്ഛനെ കൂട്ടിക്കൊണ്ട് വരണം കിരണേട്ടാ. കല്യാണി നിർബന്ധിക്കാതിരിക്കുന്ന നല്ലത്. ഇപ്പോ കൂടെ ബാലമാമിയും ബൈജുവൊക്കെ ഉണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞേക്കുക. ഇന്നൊരു ദിവസം അമ്പലത്തിൽ കഴിച്ചു കൂട്ടുന്നെങ്കിൽ അവിടെ കൂടിക്കോട്ടെ. നാളെ ഇവിടെ ആൾ ഓക്കെ ആവും. അതല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് കാർത്തികയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നീ പറഞ്ഞതുപോലെ അറ്റാക്ക് വന്നാലേ വീണ്ടും എന്തെങ്കിലും സംഭവിച്ചെന്ന് വരാം. ദിലീപിന്റെ അച്ഛൻ പോയി. അതിന്റെ കൂടെ ഇനിയൊരു ഷോക്ക് കൂടെ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല. അമലു, എന്താ തിരിച്ചു വന്നേ? വാ. എന്താ? ഞങ്ങൾ പോയിക്കോട്ടെ സാറേ. പോകാനോ? അതിന് കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. കേട്ടോ കല്യാണി? അമലുവും വേലും വന്നുകൊണ്ടാണ് കല്യാണം മുടങ്ങിയെന്നാണ് അമലു വേലുവിനോട് പറഞ്ഞിരിക്കുന്നത്. എന്താ അമലു ഇത്? കല്യാണം മുടങ്ങിയതിന്റെ കാരണം എല്ലാവർക്കും അറിയാലോ. അമ്മ ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നോ? അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അമ്മ പെട്ടെന്ന് ചെല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ പെട്ടെന്ന് പോകണ്ട. കല്യാണമൊക്കെ കൂടിയിട്ട് സന്തോഷത്തോടെ മടങ്ങിയാൽ മതി. കല്യാണം നടക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കല്യാണപ്പയ്യന് മാറ്റമൊന്നുമില്ലല്ലോ. ദിലീപിന്റെ അച്ഛൻ മരിച്ചോടെ അവനൊരു വാശിയായിട്ടിരിക്കുകയാണ് ദിലീപിന് ഈ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ്. പിന്നെ അയാളുടെ അമ്മയാണ് ഇതിൽ കൂടുതൽ എതിർത്ത് നിൽക്കുന്നത്. എന്തും സംഭവിക്കാം. കല്യാണി, ആ ഗംഗാപ്രസാദിനെ ഞാനും രതീഷും വേലും കൂടെ തിരയാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം സാറേ. വേണ്ട. അവനെ കണ്ടെത്തുവാണെങ്കിൽ അവനെ നേരിടാൻ ഞാൻ തന്നെ മതി. അത് അവന് നന്നായിട്ട് അറിയാം. പക്ഷെ അവനെ കണ്ടെത്താനാണ് പ്രയാസം. പോയിട്ട് വരാം കല്യാണി. ശരി. സൂക്ഷിക്കണേ. സൂക്ഷിക്കേണ്ടത് ഞാനല്ല, അവനാ. ചേച്ചി, എല്ലാവർക്കും അവനെ കൈ കിട്ടണമെന്നുണ്ടാവല്ലോ. അതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. എന്റെ അച്ഛൻ പോലും ആ വാർത്ത അറിഞ്ഞ് മനസ്സമാധാനം കിട്ടാതെ അമ്പലനടയിൽ പോയിരിക്കുക. കിരണേട്ടനൊപ്പം വേലുവും രതീഷേട്ടനും പോവാ. നിന്റെ അച്ഛനെ കൊന്നതിന്റെ ദേഷ്യം വേലുവിന്റെ മനസ്സിൽ തിളച്ചു മറിയാ. മിക്കവാറും കിരണേട്ടനോ വേലു തന്നെ ആയിരിക്കും അവന്റെ അന്തകനാവുന്നത്. കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് തന്നതാ സാറേ. ഇതൊക്കെ ഇട്ടോണ്ട് അതിന് പങ്കെടുക്കാനായിട്ടാണ് ഞാനും അമലൊക്കെ ഇരുന്നത്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല.
ഈ കല്യാണം നടക്കൂടാ. ഏത് ഗംഗാപ്രസാദ് വിചാരിച്ചാലും അത് മുടക്കാൻ പറ്റില്ല. കല്യാണിയോട് വിവരം പറഞ്ഞ ആ പറഞ്ഞു. ഇനി അതവള് കാർത്തിയോടും കാർമ്പിലോടും പറഞ്ഞോളൂ. നമുക്ക് പുറപ്പെടാം. ദിലീപിന്റെ വീടിനും പരിസരത്ത് നമ്മൾ അന്വേഷിക്കേണ്ടത്. പോകുന്നതിനിടയ്ക്ക് എന്റെ ഒരു സുഹൃത്തുണ്ട്. അവനൊരു കമ്പ്യൂട്ടർ വിദഗ്ധനാണ്. അവനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ഒന്ന് പാർത്തു നിന്ന് അതെല്ലാം കളക്ട് ചെയ്ത് വെക്കാന്ന് അവൻ സംഭവിച്ചിട്ടുണ്ട്. അതിൽ തെളിയുന്ന ദൃശ്യങ്ങൾ വെച്ച് നമുക്കൊന്ന് യാത്ര ചെയ്യാം. അതിനു മുമ്പ് അവനൊരു പച്ചക്കറി കടയിൽ നിന്ന് ഇല വാങ്ങിച്ചിരിക്കുന്നത്. ആ ഇലയും കൊണ്ടാണ് അവൻ ദിലീപിന്റെ വീട്ടിലെത്തിയത്. ആ കട വരെ ഒന്ന് പോകണം. പിന്നെ മറ്റു കടകളിലും. എന്തായാലും അവൻ ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ ഹോട്ടലിലൊക്കെ അവൻ കയറി കാണാം. നിങ്ങൾ വാ. ആ ദിലീപ് വിളിക്കുന്നേ. ഇനി കല്യാണത്തിൽ നിന്ന് പിന്മാറുന്ന പറയാനായിരിക്കും ദേശീയ വിളിക്കുന്നത്. മലദേവങ്ങൾ അങ്ങനെ ചതിക്കില്ല സാറേ. ആ ദിലീപേ, കിരണേ, എനിക്ക് അത്യാവശ്യമായിട്ട് കിരണനെ ഒന്ന് കാണണം. ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. ദിലീപിന്റെ നാട്ടിലൊരു അന്വേഷണം നടത്താൻ. അവനെ ഗംഗാപ്രസാദിനെ കണ്ടെത്താൻ. അതിനവൻ പിടിതരുന്ന ഒരുത്തനല്ലോ. അവനെ പിടിച്ചതാണല്ലോ. എന്നിട്ട് അവൻ വഴുതി പോയതല്ലേ. ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. ശരി. ഒന്നും പറഞ്ഞില്ലല്ലോ അല്ല സാറേ? ഇല്ല. ഇനി അമ്മയുടെ നിരന്തരമായ സമ്മർദ്ദം കൊണ്ട് കല്യാണത്തിന് പിന്മാറിയെന്ന് അറിയില്ല. അങ്ങനെ മാറില്ല സാറേ. അങ്ങനെ മാറിയാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മളെ ആരെയും വിഷമിപ്പിക്കാതിരിക്കാനും കാർത്തികയെ സങ്കടപ്പെടുത്താതിരിക്കാനും കല്യാണത്തിൽ തന്നെ ഉറച്ചു നിന്നവനാണ് ദിലീപ്. പക്ഷേ അച്ഛന്റെ വേർപാട് അയാൾക്ക് ഷോക്കായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കല്യാണം ഒരു പ്രതികാരമായിട്ട് എടുത്തിരിക്കണമെന്ന് സാർ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞു. എങ്കിലും ആ അമ്മയ്ക്ക് ആണായിട്ടും പെണ്ണായിട്ടും ദിലീപ് മാത്രമായിട്ടുള്ള രതീഷ്. അമ്മമാര് നെഞ്ചത്തടിച്ച് കരയുമ്പോ ഏത് മക്കളായാലും മാറി ചിന്തിക്കില്ല രതീഷ്. പിന്നെ വേലു പറഞ്ഞ പോലെ ദൈവങ്ങളുടെ ശക്തി കൊണ്ട് അങ്ങനെ മാറി ചിന്തിക്കില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ വാ. എന്താ ദിലീപ്? ഞാൻ കാർത്തികയോടും കാർത്തികയുടെ അമ്മയോടും സംസാരിച്ചായിരുന്നു. അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനാണ് വിളിച്ചത്. കാർത്തികയുടെ സ്വഭാവം അറിയാലോ. ഞങ്ങളെ കല്യാണം ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനാണ് കാർത്തിക എന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ആപത്തുണ്ടാവും വിചാരിച്ചിട്ട്. ഇപ്പോ അച്ഛനങ്ങ് പോയതുകൊണ്ട് ഉറപ്പായിട്ടും ഈ കല്യാണം വേണ്ടാന്ന് കാർത്തിക തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ വിളിച്ചത്. ഇത് പറയാനാണോ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു വിളിച്ചത്? സത്യം പറഞ്ഞ ദിലീപ് എന്നെ വിളിച്ചപ്പോ കല്യാണത്തിൽ നിന്ന് പിന്മാറാനായിരിക്കും ഞാൻ വിചാരിച്ചത്. എന്റെ നിലപാട് അച്ഛന്റെ ചിത കെട്ടടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവൻ അങ്ങനെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ അവനൊന്ന് തിരക്കി ഇറങ്ങിയതാ. അവൻ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണല്ലോ ഇല വാങ്ങിക്കൊണ്ട് വന്നത്. ആ കടയിലൊന്ന് പോകണം. പിന്നെ ഇവിടെ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്നാ ഞാനും വരാം. വേണ്ട, അവിടെ വീട്ടിലേക്ക് അച്ഛന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പലരും വന്നിരിക്കല്ലേ. ആ സമയത്ത് ഞങ്ങൾക്കൊപ്പം വരണ്ട. എന്തോ എന്റെ മനസ്സ് പറയുന്നു ദിലീപിന്റെ അച്ഛന്റെ ആത്മാവ് മാത്രമല്ല, ഈ ഗംഗാപ്രസാദിന്റെ അച്ഛന്റെ ആത്മാവ് പോലും ഇന്നേ ദിവസം അവനെ ഞങ്ങൾക്ക് കാട്ടിത്തരുമെന്ന്. സ്വന്തം അച്ഛന്റെ ചിതാഭസ്മം നിലത്തെറിഞ്ഞ് പൊട്ടിച്ചവനാ. അമ്മയും പെങ്ങളെയും ഒക്കെ അമ്മാതിരി കരയിപ്പിച്ചവന്. അവൻ അതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങുമ്പോ ഞങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് പെടും. എല്ലാവർക്കും ഇപ്പൊ അവനെ തിരിച്ചറിയാം. പോലീസും അവന് വേണ്ടിയുള്ള തെരച്ചില്ല. അതുകൊണ്ട് അധിക ദൂരമൊന്നും അവന് സഞ്ചരിക്കാൻ പറ്റില്ല. അത് ഏതെങ്കിലും പാലത്തിന് താഴെയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിനിടയിലായിരിക്കും. ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും അവനെ ഞങ്ങൾക്ക് കണ്ടെത്തിയേ പറ്റൂ. അവനെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും കല്യാണത്തിന് മാറ്റമില്ല. അച്ഛന്റെ അസ്ഥി നിമജ്ജനം കഴിഞ്ഞ അടുത്ത ദിവസം വിവാഹം. ദിലീപ് അല്ലാതെ മറ്റാരും ഇങ്ങനെ ചിന്തിക്കുന്നു തോന്നില്ല. ദിലീപേ, ഒരുപാട് നന്ദിയുണ്ട്. സ്വന്തം ജീവൻ പണിയപ്പെടുത്തിയിട്ടായാലും ഇങ്ങനെ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല. രതീഷേ, വാ. ചേട്ടാ, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിരുന്നല്ലോ. ഒരു വാസുവേട്ടന്റെ മരണം. അറിഞ്ഞായിരുന്നു സാറേ. ഇവിടെ നിന്ന് ഇലയും വാങ്ങിക്കൊണ്ട് പോയവനാ കൊലപാതകം നടത്തിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അല്ല, നിങ്ങളാരാ? ഞങ്ങൾ പോലീസ് നായേട്ടാ. പോലീസുകാർ ഇവിടെ വന്നും പോയി നിൽക്കുക. എന്ത് ചെയ്യാനാ? ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുത്തനാ വന്നത്. അവിടെ പാചകക്കാരെ കൂടെ വന്നാന്നാ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ ഇല കൊടുത്തു വിട്ടത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പയ്യനെ വിടത്തേ ഉള്ളായിരുന്നു. പൈസയും കൃത്യമായി തന്നപ്പോ പിന്നെ നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ സാറേ. ആ സംഭവത്തിന് ശേഷം അവൻ പിന്നെ ഇങ്ങോട്ട് അങ്ങനെ വന്നായിരുന്നു? അയ്യോ ഇല്ല, അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇലയും കൊണ്ട് അവൻ പോയി. അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തു. എന്റെ സാറേ, ദോഷം പറയരുതല്ലോ. ആ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധം. ആ പയ്യന്റെ അമ്മ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞതാ ഇങ്ങനെയുള്ള ബന്ധം വേണ്ടാന്ന്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മരണത്തിന് ചെന്നപ്പോഴും ആ പയ്യന് ആ പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുക. ആ കൊച്ചു നിരപരാധിയാണല്ലോ ഏട്ടാ. നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും ശരി, ആ കൊച്ചിനെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഇനിയും കല്യാണം നടത്തുവാണെങ്കിൽ പയ്യന്റെ ജീവൻ അപകടത്തിലാവുന്ന പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്നവനെ പോലീസ് പിടിക്കുകയോ അതോ കൊല്ലുകയോ ചെയ്യണം.